ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്ന് നമ്മളെ വീട്ടിൽ ഒരു അതിഥി വരാൻ പോവുകയാണ് ഗൈസ്. വേറെ ആരുമല്ല ഗൈസ്, നമ്മളെ വീട്ടിൽ ഒന്ന് വരാൻ പോകുന്ന അതിൻ്റെ പേരാണ് ലയണൽ മെസ്സിയാണ് വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ബെലൈക്കൺ അടിച്ചിടുക. പാരാമീറ്ററിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഷിൻജാനാണെങ്കിൽ രാവിലെ മുതൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെ ഷിൻജാൻ മധ്യയുടെ വർക്കൗട്ടൊക്കെ ചെയ്ത് നമുക്കിന്നൊരു സ്ഥലത്തേക്ക് പോകാണ്ട്. എങ്ങനെയാ ഫ്രാങ്ക്ലി ഭായ്? അവിടെ നമ്മൾ ലയണൽ മെസ്സിനെ കൊണ്ടുവരാൻ പോവാണ്. മെസ്സിനെയോ? ഫ്രാങ്ക്ലി ഭായിക്ക് മെസ്സിൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. ഇത് മെസ്സിൻ്റെ ഒപ്പം ഇൻ്റെ സ്കൂളിലേക്കൊക്കെ പോകണം. അതൊക്കെ ചെയ്യുക. എന്തായാലും വണ്ടിയൊക്കെ കയറ്. ഓക്കെ ഫ്രാങ്ക്ലി ഭായ്, ഞാൻ ഇപ്പം തന്നെ വരാം. ഓക്കെ നമ്മുടെ ഷിൻജാൻ എന്തായാലും വിളിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ചോപ്പിനെ വരെ വിളിച്ചാൽ ഗൈസ്. ചോപ്പിനെ വിളിച്ചിട്ട് നമുക്ക് ഇനി നമ്മളെ ലയണൽ മെസ്സിനെ കൊണ്ടുവരാൻ പോവുക ഗൈസ്. നമ്മൾ ചോപ്പിനെ എന്ത് വിളിച്ചാൽ പറഞ്ഞാൽ നമ്മളെ ചോപ്പിനെ കുറേ കാലം നമ്മളെ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്നാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ചോപ്പിനെ ലയണൽ മെസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ചോപ്പിനെ വിളിച്ചു നോക്കാം. അവിടെ ചോപ്പേ ഫ്രാങ്ക്ലി ഭായ് എന്താണ്? എടാ, നീ ലയണൽ മെസ്സിനെ കൊണ്ടുവരാണ്ടോ? ലയണൽ മെസ്സി മറ്റേ ഫുട്ബോൾ കളിക്കാരനല്ലേ? ഞാൻ ടി വിയിലൊക്കെ കണ്ടിരുന്നു. അതന്നെ എനിക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഞാനുണ്ട് ഫ്രാങ്ക്ലി ഭായ്, എന്നു വണ്ടി കയറ്. ഓക്കെ ഫ്രാങ്ക്ലി ഭായ്, ഞാൻ വണ്ടി കയറിക്കോളാം. ഓക്കെ, നമ്മൾ ചോപ്പിനെ വിളിച്ചത് എന്തായാലും നമുക്കിനി വണ്ടി എടുക്കാൻ നേരെ ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അടുത്ത് പോകാം. അവിടെ ഷിൻജ അവിടെ എന്തൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വണ്ടി കറങ്ങി സൈനും ബുക്ക് കാര്യം പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ മെസ്സി വരുന്ന കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ സിറ്റിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഷിൻജാനെ വിളിക്കട്ടി വരാം ഗൈസ്. അവിടെ ഷിൻജാനെ പെട്ടെന്ന് വേറെ സമയമായിട്ടുണ്ട്. ഓക്കെ ഫ്രാങ്ക്ലി ഭായ്, ഞാൻ ഇപ്പോൾ വരാം. ഷിൻജ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഷിൻജ ഇപ്പോൾ നമ്മളെ കാർ കയറുന്നതാണ്. ഇപ്പോൾ നമ്മളെ ലയണൽ മെസ്സിനെ കൊണ്ടുപോകാൻ പോവുകയാണ് ഗൈസ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ എയർപോർട്ടിൽ പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ ലയണൽ മെസ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ മെസ്സിനെ നമുക്ക് കുറച്ച് ഫോട്ടോയും കാറിലൊക്കെ എടുക്കണം ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ലയണൽ മെസ്സിനോട് കുറച്ച് സംസാരിച്ച് നോക്കാം. ലയണൽ മെസ്സി, ഞാനാണ് നിങ്ങളെ കൊണ്ടുവരാൻ വന്ന ആൾ. ഓക്കെ എവിടെയാണ് വീട് ഇവിടെ അവിടെ തന്നെയാണ്. ഓക്കെ ഞാൻ എന്തായാലും വണ്ടി കയറട്ടെ. അതിനും കൂടി കാര്യം വേണം ലയണൽ മെസ്സി. എന്തോന്നു അത്? ഇതിൻ്റെ ഈ ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കന് ഒരു ഫോട്ടോ വേണത്രേ. ഓക്കെ, ഫോട്ടോ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനും ഒരു കോലും പോയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, ഫോട്ടോ എടുക്കാൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഷിൻജാന് വേണ്ടിങ്ങാണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ ഫോട്ടോ എടുക്കാം ഗൈസ്. ഓക്കെ, ഫോട്ടോ എടുത്തുകൊണ്ട് വണ്ടി കയറി. ഓക്കെ, നമ്മുടെ ഷിൻജാനും ചോപ്പും ലയണൽ മെസ്സിയും കൊണ്ട് നമ്മളുടെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നേരെ നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം ഗൈസ്. എന്നിട്ട് നമ്മൾ ലയണൽ മെസ്സി നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം ഗൈസ്. അപ്പം നേരെ നമുക്ക് നമ്മളെ വണ്ടി വീട്ടിൽ നിർത്തി കയറ്റിടാം ഗൈസ്. പിന്നെ ലയണൽ മെസ്സി ഇങ്ങോട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ ആ മാച്ചിൽ ലയണൽ മെസ്സി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മെസ്സി ഇങ്ങോട്ട് വന്നത് ഗൈസ്. എന്താണ് നമ്മളെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ മെല്ലെ പാർക്ക് ചെയ്യുക ഗൈസ്. നമ്മളെ ലയണൽ മെസ്സിക്ക് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ തന്നെ നമുക്കൊന്ന് ഇവിടെ ജസ്റ്റ് നിർത്തിക്കാൻ നമ്മുടെ ചോപ്പിനെ നമുക്ക് കൂട്ടിയാകാം ഗൈസ്. എന്നിട്ട് നമുക്ക് ലയണൽ മെസ്സിക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഗൈസ്. ലയണൽ മെസ്സി വീട് ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. കാരണം ഷിൻജാൻ, നീ നമ്മളെ ലയണൽ മെസ്സിനോട് സംസാരിച്ചോ? നമുക്കെന്തോ കോള് വരുന്നുണ്ട് ഗൈസ്. എന്താണ് നമുക്ക് ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാം. ലയണൽ മെസ്സി, നിങ്ങൾ ഇവിടെ നിൽക്കട്ടോ, ഞാൻ പറയാം. ഓക്കെ, നമുക്കെന്തായാലും എടുത്ത് നോക്കട്ടെ ഗൈസ്. നമ്മളെ മൈക്കിളാണ് വിളിക്കുന്നത്, നോക്കട്ടെ. അവിടെ മൈക്കിൾ എന്താ പ്രശ്നം? എടാ, നീയൊന്നും അറിഞ്ഞില്ലടോ, നമ്മളെ നാട്ടിൽ സോംബി വൈറസ് വന്നു. എന്ത് സോംബി വൈറസോ? നിൻ്റെ വീട്ടിൽ ലയണൽ മെസ്സി ഇല്ലേ? മെസ്സി ഉണ്ട്. നീ പെട്ടെന്ന് മെസ്സിനെ എയർപോർട്ടിലാക്കുക, അല്ലെങ്കിൽ പ്രശ്നമാവണം മൊത്തം. ലയണൽ മെസ്സിനൊക്കെ സോംബി അടിച്ചാൽ അറിയാനോ എനിക്ക്? ഞാൻ എന്തായാലും ഒന്ന് ലയണൽ മെസ്സിനെ നോക്കാം. ഓക്കെ, നമ്മളെ മൈക്കിൾ വിളിച്ചിട്ട് പറയാം നമ്മളെ നാട്ടിൽ മൊത്തം സോംബി വൈറസ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി നമ്മളെ ലയണൽ മെസ്സിനെ കൊണ്ടുപോയി നമുക്ക് നമ്മളെ എയർപോർട്ട് പോകാൻ ഗൈസ്. എന്തായാലും നമുക്ക് ലയണൽ മെസ്സിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ലയണൽ മെസ്സി നമ്മളെ നാട്ടിൽ മൊത്തം സോംബി വൈറസ് വന്നു. എനിക്ക് സോംബി വൈറസ് തോന്നി. ഞാനിങ്ങനെ ഇവിടുന്ന് പോകും. ഒന്നുകൊണ്ടും പേടിക്കണ്ടേ, ഇവിടെ ഫ്ലൈറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഷിൻജാനോടും കാര്യങ്ങളൊക്കെ പറയട്ടെ, ഓലോട് പറയട്ടെ, അല്ലെങ്കിൽ ഓല് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഷിൻജാനെ, എന്താ ഫ്രാങ്ക്ലി ഭായ്? നമ്മുടെ നാട്ടിൽ സോംബി വൈറസ് ഇറങ്ങി. എൻ്റെ സോംബി വൈറസ് ഫ്രാങ്ക്ലി ഭായ്,
ഫ്രാങ്കി ബൈ സോംബി വൈറസ് എന്താണ്? അതൊക്കെ ഞാൻ വയ്യ പറഞ്ഞുതരാം. അതൊക്കെ ഗൈസ് നമ്മളെ ഷിൻചാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അതിന് മുമ്പ് നമുക്ക് കുറച്ച് സോംബീസിനെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലാൻ പറ്റുക ഗൈസ്. നമ്മളെ ഭാഗത്തിലവരൊക്കെ ഒന്ന് കൊല്ലാം ഗൈസ്. ഓക്കെ, ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമ്മളെങ്ങനെ തന്നെ കൊല്ലൊരു പിടുത്തല്ല. അയ്യോ എത്ര എൻ്റെ മോനെ. നമ്മുടെ ലൈലൻഡ് മെസ്സിലൊന്ന് തൊടാൻ അയക്കരുത് ഗൈസ് നമ്മുടെ ഈ സോംബീനെ. ഓക്കെ ഗൈസ്, പെട്ടെന്ന് കൊല്ല്. ഗൈസ് ഇവിടെ കൊല്ലാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചാവാത്തത് ഗൈസ്. ഗൈസ് എൻ്റെ മോനെ ഒക്കെ പാടെ വളഞ്ഞല്ലോ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടിങ്ങാണ്ടേ റോട്ടിക്കോ അല്ലെങ്കിൽ നമ്മൾ ഷിൻചാൻ ചിലപ്പോൾ കടിക്കും ഗൈസ്. അതായത് നമുക്ക് റോട്ടിക്കോ. ഓക്കെ ബാക്കിൽ നിന്ന് എൻ്റെ മോനെ എന്താ പോട്ട മുട്ടണല്ലോ. ഗൈസ് വളഞ്ഞിട്ട് അടിച്ചു എൻ്റെ മോനെ ഗൈസ്. എങ്ങനെയും കൊല്ല്. പറ്റില്ലല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ഒന്നും കൊല്ലാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നമ്മളെ ഷിൻചാനും ലാനമേച്ചനൊക്കെ കൊണ്ടുപോയിക്കാണ് നമ്മുടെ എയർപോർട്ടിൽ വിൽക്കുക ഗൈസ്. നമുക്കും പാടും പോവാം ഗൈസ്. നമ്മളെ എയർപോർട്ടിക്ക് നമ്മൾ കാർ എടുത്തപ്പോൾ നമ്മളെ എയർപോർട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മൊത്തം സോംബീസാണ് ഗൈസ്. നമുക്കത് നേരെ നമ്മളെ എയർപോർട്ടിക്ക് പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ എയർപോർട്ട് എത്താനായിട്ടുണ്ട്. എന്നാൽ നേരെ കയറി കളിക്കും. നമ്മളെ സോംബി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് നേരെ നമുക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോവാം ഗൈസ്. അല്ലെങ്കിൽ നമ്മളെ ലാനമേച്ചിൻ്റെ രാജ്യത്തേക്ക് പോവാം ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്താണ് നമ്മളെ പ്രൈവറ്റ് ജഡ്ജാണ് ഗൈസ്. നമുക്ക് എന്തായാലും കയറി പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ പ്രൈവറ്റ് പ്ലെയിൻ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. കാറിന് തൊട്ടൊക്കെ പേടിയുണ്ട്. കാറിന് തൊട്ടോ തട്ടി ഗൈസ് തട്ടിയില്ല. ഓക്കെ, നമ്മളെ പ്ലെയിൻ എടുത്ത് നേരെ നമ്മൾ ലയണൽ മെസ്സിൻ്റെ രാജ്യത്ത് കൊണ്ടാക്കാൻ പോവുക. പിന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യുക. കാരണം ഇവിടെ ഭയങ്കര സോംബി വൈറസാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ വേറെ ഒരു രാജ്യത്തേക്ക് ഓടുകയും ചെയ്യണം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലക്കിലും പൊളിക്കോസ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ.